ഹായ് ഹായ് ഗായ്സ്, ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക് എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് വിനീതമായി സ്വാഗതം. ഇപ്പോഴും പറയുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക, അവൈലബിൾ ആക്കുക. എന്നും നോട്ടിഫിക്കേഷൻ ഓണാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഇൻഫ്ലുവൻസർ മാത്രമല്ല, ഒരു സോഷ്യൽ മീഡിയ അംഗം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നും ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ബിഗ് ബോസ് സീസൺ 6-ൻ്റെ 15-ാമത്തെ എപ്പിസോഡിൽ ഇന്ന് 16-ാം എപ്പിസോഡിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വിചാരിച്ചതുപോലെ തന്നെ ഔട്ടായി. റോക്കി എന്ന വൻമരം ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി. സിജോ മാപ്പ് പറഞ്ഞിട്ടും നിയമലംഘനങ്ങളിലെ ചട്ടക്കൂടയിൽ നിന്ന്, ബിഗ് ബോസിൻ്റെ നിയമപട്ടകയിൽ നിന്ന് തെറ്റുകളെ തിരുത്താൻ ബിഗ് ബോസ് ഒരിക്കലും ഒരു പ്രാവശ്യം പോലും അവസരം കൊടുത്തില്ല എന്നൊരു ന്യായം. നന്നായി, ഒട്ടും തെറ്റ് എന്നല്ല, പക്ഷെ ഒരു നല്ലൊരു മത്സരാർത്ഥിയെ ബിഗ് ബോസിന് നഷ്ടപ്പെടും. ഒരു കോണ്ടന്റ് ക്രിയേറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്ന സമയത്താണ്. പക്ഷെ പ്രൊവോക്കേഷൻ, അതായത് ഒരാളെ അടിക്കാൻ വേണ്ടി പലതും പറഞ്ഞ് അവിടെ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാതെ ഒരാൾ തല്ലുക, അയാളുടെ അണപ്പല്ല് പൊട്ടിക്കുക. സുഹൃത്തുക്കളായ രണ്ടുപേരും പിരിയുമ്പോൾ അടിപിടി കൂടുക. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ കാര്യമാണല്ലോ. പക്ഷെ ആ സാധാരണ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ സംഭവിക്കുമ്പോൾ. മൊത്തം ക്യാമറകളാണ്, മൊത്തം തെളിവുകളാണ്. നമുക്കൊരിക്കലും ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ റോക്കി ആയാലും സിജു ആയാലും ആരും കൈവെക്കുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കണം, ഞാൻ ഔട്ടായാലോ എന്ന്. ഔട്ടാകാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ബാഗും 100 ദിവസത്തെ ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് മുഴുവൻ ഇട്ടിട്ട് അത് 100 ദിവസം വരെ എത്തിക്കാൻ വേണ്ടിയല്ലേ. പക്ഷേ 100-ഉമായില്ല, മൂന്നാമത്തെ വീക്കാവുമ്പോൾ തന്നെ കളി അവസാനിച്ചു. ഇതാണ് ബിഗ് ബോസ്. ഇങ്ങനെയാവണം ബിഗ് ബോസ്. തെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാപ്പ് അർഹിക്കില്ല എന്ന് തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത്. ഈ നിയമാവലികൾ മറ്റുള്ളവർക്കും പാഠമാണ്. സ്വന്തം വീട്ടുകാരെ തെറി വിളിക്കുക, മറ്റുള്ളവരെ അസഭ്യം പറയുക, ഇങ്ങനെയുള്ള വേർഡുകൾ ബിഗ് ബോസിൽ നിന്ന് മായ്ച്ചു കളയണം. ആണായാലും പെണ്ണായാലും ഈ നിയമവലിക്ക് കൂട്ടുനിൽക്കരുത്. തെറ്റാര് ചെയ്താലും ചോദ്യം ചെയ്യണം, ശിക്ഷ നടപ്പിലാക്കണം. അത് ബിഗ് ബോസ് ചെയ്തത്. പക്ഷെ ഒരു റോക്കി എന്ന കണ്ടന്റ്, അതായത് ഗെയിമർ, നഷ്ടപ്പെട്ടത് വലിയൊരു പരാജയം തന്നെയാണ്. ഇനി അതുപോലൊരു സ്ട്രോങ് പ്ലെയറെ ഇനിയും ബിഗ് ബോസിന് കണ്ടെത്താൻ പറ്റും. കണ്ടെത്തി തിരിച്ചു വന്നാൽ അങ്ങനെ ഒരു ഗെയിമറെ ഔട്ടാക്കിയതിൻ്റെ ആ ഒരു ഒഴിവിലേക്ക് നല്ലൊരു പ്ലെയറെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇനിയും ഫണ്ണായ കാര്യങ്ങളും ഫണ്ണായി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ സിജോ ഔട്ടാകുമോ എന്ന് നമുക്കിപ്പോൾ സംശയമുണ്ട്. സിജോക്ക് വലിയ പരിക്ക്, അണപ്പല്ലിന് തന്നെ കിട്ടിയതുണ്ട്. അവിടെ പല്ലെന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിലൊരു ശരാശരി ഭാഗമല്ല. പല്ലാണ് നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. പല്ലിനൊക്കെ കിട്ടുമ്പോൾ അതൊരു ഒരു പല്ല് നഷ്ടപ്പെടുമ്പോൾ എത്ര തുകയാണ് കെട്ടിവെക്കുന്നതെന്നറിയാമോ?
അപ്പോൾ ആ പല്ല് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആ പല്ലിനെ ഒരു കുത്തുകൊണ്ട് ഒരാൾ നശിപ്പിച്ച് കളഞ്ഞാൽ അവൻ ആ പല്ല് തിരിച്ചു കിട്ടില്ല. അതറിയണം. ഇപ്പോൾ അടി കിട്ടിയതിൻ്റെ വേദന കുറച്ച് ദിവസം ഉണ്ടാവും. കൈകൊണ്ട് പത്തി കൊണ്ട് അടിയല്ലല്ലോ, കുത്തിയിട്ട് അടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ വേദന ഇത്ര സ്ട്രോങ് ആയിരിക്കും ശരിക്കും. ആ ഒരു റെസ്റ്റ് വരെ ഗെയിം കളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രേക്ഷകരായ നമ്മൾ ജഡ്ജ് ചെയ്യാൻ കണ്ടസ്റ്റ് ഇല്ലാത്ത അവസ്ഥ. സീസണൊക്കെ വീടും കാര്യവും ഡിസൈനും ഒക്കെ നല്ലതാണ്. പക്ഷേ പഴയതുപോലെ ആവർത്തന രീതി മാറ്റിപ്പിടിച്ചേ പറ്റും. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോക്ക് ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ഇത് ബാധകമാണ്. അവരും ഇതിൽ വരുമ്പോൾ അവരുടെ സേഫ്റ്റിയും നമ്മൾ നോക്കേണ്ടതാണ്. പരസ്പരം നോക്കാനും പഠിക്കണമെന്നാണ്. മറ്റവൻ്റെ കുതിര കയറുമ്പോൾ മറ്റവനെ രക്ഷപ്പെടുത്താനുള്ള മൈൻഡും ഉള്ളവരായിരിക്കണം. ഏതിനും എടുത്തു ചാടി തൻ്റെ ശോകകരമായ നിമിഷങ്ങളെ കൊണ്ടുവരാതെ അത് ജനങ്ങളിലേക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എൻ്റർടൈൻമെൻ്റാക്കി മാറ്റും. ബിഗ് ബോസ് എന്ന പറയുന്നവരായാലും ആങ്കറായാലും ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലീഡർ, അവരും പഠിക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്ന് ഈ ലോകത്തുണ്ടല്ലോ. പക്ഷേ നമ്മൾ പഠിപ്പിക്കാനൊന്നുമല്ല, ചില നിർദ്ദേശങ്ങൾ. ബിഗ് ബോസ് സീസൺ 6 ഇനിയും അബദ്ധങ്ങൾ പറ്റില്ലെന്നല്ല, പറ്റും. പക്ഷെ ആ പറ്റുന്നതിനൊക്കെ ഒരു സേഫ്റ്റി ഗെയിമിൽ മാത്രം പോരാ. മനുഷ്യൻ്റെ ഏത് ഭാഗത്തും ഒരു സേഫ്റ്റി വേണം. അടിക്കുക, വായ കൊണ്ട് പറയുന്ന പോലെയല്ല. മർമ്മത്തൊന്ന് തട്ടിയാൽ തീരാവുന്നവനാണ് മനുഷ്യൻ. അപ്പോൾ അത്രക്കും സേഫ്റ്റി അല്ല മനുഷ്യൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്കൊരാപത്ത് സംഭവിക്കുമ്പോൾ കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. അത് വരുത്തി വെച്ചതിൻ്റെ അവസ്ഥയെ മാറ്റണം. ജാസ്മിൻ്റെയും ഗബ്രിയുടെ കാര്യത്തിലും വളരെ മോശം അഭിപ്രായമാണ്. കാര്യം ചീപ്പായ ഗെയിം അവർ വീണ്ടും കളിച്ചുകൊണ്ടേയിരിക്കും. അവർക്കൊരു മാറ്റവുമില്ല. അവർ ആ പഴയ രീതിയിൽ തന്നെ തുടരുമെന്നതാണ് വാസ്തവം. രണ്ടാർക്കും ഒരു മറുപടിയാണ് അവർ കൊടുക്കുന്നത്. ഗബ്രി വിട്ടുകൊടുക്കാനേ പോകുന്നില്ല. ഗബ്രി ഒരു വില്ലനാണ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു വില്ലൻ ഗബ്രി തന്നെയാണ്. കൂട്ടത്തിലെ ഒരു വില്ല പോരാളി പെൺകുട്ടി, ഒരു വില്ലത്തി ആകാനും ശ്രമിക്കുന്നതും ജാസ്മിനാണ്. ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാറ്റഗറി ആയിരിക്കില്ലത്. ജനങ്ങൾക്കും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും കൂടെ നിൽക്കുന്നവർക്കും ഒത്തുപോകാത്ത ഒരു ഗ്രൂപ്പ്. ഇതെത്ര പറഞ്ഞാലും മനുഷ്യൻ നന്നാവില്ല, പഠിക്കില്ല. തൻ്റെ ന്യായവും സ്റ്റോറിയും ലൈഫും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും എത്ര തന്നാലും ഈ നാട്ടിലെ മനുഷ്യൻ മലയാളികൾ തിരിച്ചറിയില്ല. ഉപബോധ മനസ്സിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അത് മാത്രം ചെയ്തു കൊള്ളാമെന്ന ചിലർക്കുണ്ടിത്.